നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് പോലീസും ആഭ്യന്തരമന്ത്രിയുമെന്ന് ഷാഫി പറമ്പിൽ എം പി. പോലീസിനെ കൊണ്ട് 10 പൈസക്ക് ഗുണമില്ല, ബോംബ് നിർമ്മിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് അനുമതി നൽകണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തലശ്ശേരിയിൽ നടന്ന സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ബോംബിന്റെ ബാക്കിയാണ് തലശ്ശേരിയിൽ പൊട്ടിയത്. മൈനുകൾ പോലെ ബോംബുകൾ കുഴിച്ചിടാൻ കണ്ണൂർ എന്താ യുദ്ധഭൂമിയാണോ എന്നും ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഷാഫി പറമ്പിൽ ചോദിച്ചു. ഇനി എവിടെയൊക്കെ ഇതിന്റെ ബാക്കി എന്ന് അറിഞ്ഞൂടാ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും നിർദ്ദേശം കൊടുക്കണം, രഹസ്യമായിട്ടെങ്കിലും പോലീസിന് ആ വിവരം കൊടുക്കണം, എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എടുത്തു മാറ്റുന്നില്ലെങ്കിൽ പോലീസെങ്കിലും ചെന്ന് എടുത്തു മാറ്റട്ടെ. ഇനിയും അറിയാതെ കുട്ടികൾ കളിക്കുന്നിടത്തോ തേങ്ങ വെറുക്കുന്നിടത്തോ വയസ്സായ ആളുകൾ ചെല്ലുന്നിടത്തോ ഒക്കെ പൊട്ടി ആളുകൾ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. ഇതൊന്നും ഈ നാടിൻ്റെ പ്രത്യേകതയല്ല, ഈ നാടിൻ്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുമല്ല. ഇതൊക്കെ വളരെ ചുരുക്കം ചില ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വളർന്നിട്ട് ഈ നാടിനോട് ചെയ്യുന്നതാണ്. അത് അവസാനിപ്പിക്കണമെന്ന് നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷെ പോലീസ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ, അവർ ആക്ട് ചെയ്യേണ്ട അടുത്ത് ചെയ്യേണ്ട. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞു, RMP പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞു, ലീഗ് പ്രവർത്തകയുടെ വീട്ടിലേക്ക് എറിഞ്ഞു. ഒരാളെ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന് എന്താ അവിടെ പണി? പോലീസും ആഭ്യന്തര വകുപ്പുമാണ് ഒന്നാം പ്രതി. പരിപൂർണ പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ കാര്യങ്ങളിൽ. ബോംബ് കേസുകളിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവരെ അനുവദിക്കാഞ്ഞിട്ടാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.